ഹലോ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി നോക്കാം. അതായത് നമ്മളെ വീട്ടിൽ ഉള്ള കുറച്ച് മസാല ഐറ്റംസ് വെച്ചിട്ട് മാത്രം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നമുക്ക് നോക്കാം. ഞാനിത് നമുക്ക് ഏത് ഫിഷിന് വേണമെങ്കിലും സെയിം റെസിപ്പി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന ഫിഷ് പോംഫ്രഡാണ്, വൈറ്റാണ് എടുത്തേക്കുന്നത്. 3 പീസസ് എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള മസാല റെസിപ്പി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിന് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി അളവ് കൂട്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഈ ഒരു ഫ്രൈ തോന്നുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മസ്റ്റല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം ഇട്ടിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് ഓയിൽ, അത് ഞാൻ മോന് കൂടി കൊടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒലിവ് ഓയിൽ പകരം നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് കുറച്ചുകൂടെ ടേസ്റ്റും കുറച്ചുകൂടെ മണവും തോന്നും കേട്ടോ, നമ്മൾ ഈ കോക്കനട്ട് ഓയിലാണ് ഇതിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇതിപ്പം ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഫിഷിൻ്റെ 2 സൈഡിലും അകത്തുമൊക്കെ നമ്മൾ ഈ അരപ്പ് വളരെ ഭംഗിയായിട്ട് നന്നായിട്ട് നമ്മളത് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാം ആ ഫിഷിൻ്റെ നമ്മളിങ്ങനെ വരയ്ക്കത്തില്ലേ, ആ സൈഡിലും അതിൻ്റെ അകത്തും എല്ലാം നന്നായിട്ട് മസാല ഇടാൻ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 1/2 hour എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അരപ്പൊക്കെ ഈ ഫിഷിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് മാറ്റി വയ്ക്കണം. അങ്ങനെ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ മസാലയും അതിൻ്റെ ആ ഒരു മസാലയുടെ എല്ലാ ഇതും നമ്മൾ ഈ ഫിഷിൽ എന്തായാലും നന്നായിട്ട് പിടിച്ച് അതിന് ആ ഒരു ടേസ്റ്റും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് വരും. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ ചില സമയങ്ങളിൽ ഞാൻ ഈ 30 minutes ഒന്നും ഞാൻ വെക്കാറില്ല. പെട്ടെന്ന് നമ്മൾ ധൃതിയിലൊക്കെ ചെയ്യുമ്പോൾ ഞാനും പെട്ടെന്ന് തന്നെ അരപ്പൊക്കെ ആക്കി ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഓയിൽ വെച്ചിട്ട് ഞാനിത് ഫ്രൈ ചെയ്യാൻ വെക്കാറുണ്ട്. സോ അത് മസ്റ്റല്ല, കുറച്ച് നമുക്ക് ടേസ്റ്റ് തോന്നണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വയ്ക്കാം. പാനിൽ ആവശ്യത്തിന് ഓയിൽ, ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇവിടെ ഞാൻ അഡീഷണൽ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കടുക് യൂസ് ചെയ്തിട്ടുണ്ട്. കടുകും പിന്നെ ഒരു സ്മെല്ല് വരാനും ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാനും ഞാൻ കുറച്ച് കറിവേപ്പില യൂസ് ചെയ്യുന്നുണ്ട്. ഈ കറിവേപ്പില എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും. അത് പൊരിച്ച് കഴിയുമ്പോഴും എല്ലാം അതിന് പ്രത്യേക ആ ഓയിലിനൊരു പ്രത്യേക മണവും അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ നമുക്കത് മാറും. സോ ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. നിങ്ങളും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണം.